കാൽ നൂറ്റാണ്ടായി കായ്പുറം എന്ന കായലൂര് ഗ്രാമത്തിന്റെ കരളിൽ കാരുണ്യത്തിന്റെ കൺവെട്ടം സ്നേഹ സൗഹൃദമാക്കി ഗാനഗന്ധർവൻ തൊട്ടുണർത്തിയ കായ്പുറം സൗഹൃദവേദി വായനശാല 26ാമത് വാർഷികാഘോഷ പരിപാടികൾ ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ അനുമോദന ആദരവ് നൽകും ചടങ്ങുകളുമായി മെയ് 24, 25, 26 തീയതികളിൽ കായ്പുറം ഗ്രാമം ഉത്സവമായി കൊണ്ടാടുകയാണ്. കായ്പുറം സൗഹൃദവേദി വായനശാലയുടെ 26ാമത് വാർഷികാഘോഷ പരിപാടികൾ. 1000 രൂപയ്ക്ക് മേൽ വില വരുന്ന ബാഗ്, കൊട, നോട്ട്ബുക്കുകൾ, പേന, പെൻസിൽ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ 1000 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി. കഴിഞ്ഞ SSLC, +2 പരീക്ഷകളിൽ ഏറ്റവും മികച്ച വിജയം നേടിയ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരവുകളോടെ ആദരിക്കുന്നു. 10 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സൈക്കിൾ, 1 ലക്ഷത്തിലധികം രൂപ ചികിത്സാ ധനസഹായമായി നൽകുകയാണ്. അതേപോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി ഒട്ടനവധി പ്രതിഭകൾ പങ്കെടുക്കുന്ന മെഗാ ക്വിസ് മത്സരവും മെഗാ തിരുവാതിരയും ചിത്രരചന മത്സരവും നിരവധി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാനായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവറുകളും ബഹുമാനപ്പെട്ട മുൻ ജയിൽ DGP ശ്രീ അലക്സാണ്ടർ ജേക്കബ് IPS, ബഹുമാനപ്പെട്ട അരൂർ MLA ശ്രീമതി ദിലിമ ജോജോടൊപ്പം പള്ളിപ്പുറം എന്ന ഗ്രാമത്തിന്റെ പഞ്ചാര മണലിൽ നിന്നും ചെറിയ വ്യവസായത്തിലൂടെ പല രാജ്യങ്ങളിലേക്ക് വ്യവസായത്തിന്റെ പുത്തൻ നിറങ്ങൾ പകർന്നു നൽകിയ ഫ്രഷ് ടു ഹോം ഉടമ നമ്മുടെ എല്ലാം ആദരണീയനായ ശ്രീ മാത്യു ജോസഫ് അവറുകളും ബഹുമാനപ്പെട്ട മുൻ MLA ശ്രീ A ഷുക്കൂറിനോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തന മേഖലയ്ക്ക് ഒരു പുത്തൻ ചരിത്രം എഴുതിയ ആദരണീയനായ ഫാദർ ഡേവിസ് ചെറുമേലച്ചനും പങ്കെടുക്കുകയാണ്. കായ്പുറം സൗഹൃദവേദി വായനശാലയുടെ 26ാമത് വാർഷികാഘോഷ പരിപാടികൾ മെയ് 24, 25, 26 തീയതികളിലായി കായലോളങ്ങൾ കഥ പറയും കായ്പുറത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിലേക്ക് സൗഹൃദവേദി വായനശാലയുടെ 26ാമത് വാർഷിക ആഘോഷ പരിപാടികളിലേക്ക് പ്രിയപ്പെട്ടവരെ സ്നേഹാദരവുകളോടെ എല്ലാ നല്ല മനസ്സുകളെയും സ്വാഗതം.
നന്മയുടെ നല്ല മനസ്സുകൾക്ക് സൂര്യരശ്മികളുടെ പ്രകാശപ്പെടുന്നുകൊണ്ട് സൗഹൃദത്തിൽ വായനശാല നല്ല മനസ്സുകളുടെ ജീവ ചക്രവാളിലേക്ക് നന്മയുടെ നല്ല ആശയം ഊർജ്ജത്തിലിടാൻ സൗഹൃദത്തിൽ വായനശാലയുടെ 26ാം വാർഷികാഘോഷങ്ങൾക്ക് ഒരു നാട് ആഘോഷങ്ങൾ കടന്നു വരികയാണ്. പ്രക്രിയയുടെ മേളവും നിരവധി അമ്മക്കുളവും കാഴ്ചകളും വേഷങ്ങളോടൊപ്പം ഈ ഗ്രാമത്തിലെ പൊന്നുമക്കൾ വിശിഷ്ട അതിഥികളെ സ്വീകരിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അഭിമാനത്തിന്റെ ആരവം ഇവിടെ ഈ കായിപ്പുറത്തിൽ മാത്രം സ്വന്തമായ ആത്മാഭിമാനത്തിന്റെ പ്രസ്ഥാന സൗഹൃദവേദി വായനശാല 26ാം വാർഷികാഘോഷങ്ങളുടെ സാംസ്കാരിക റാലിയിൽ വിശിഷ്ട അതിഥികളെ ആദരവുകളോട് അഭിമാനത്തോടെ ആ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സൗഹൃദവേദി വായനശാലയുടെ 26ാമത് വാർഷിക ചടങ്ങുകൾക്ക് ഉത്സവത്തിന്റേതായ താളവും മേളവും കളിയും എല്ലാം സമന്വയിപ്പിക്കുമ്പോൾ ആ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഈ ഗ്രാമം ഒരേ മനസ്സോടെ പങ്കെടുക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ആ കസേരകളിലേക്ക് നിന്ന് ഇന്ന് നമ്മുടെ ആഘോഷങ്ങളിൽ എത്തിയിരിക്കുന്നവർക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ ചുക്ക് കാപ്പിയും അടയും എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തണുപ്പെല്ലാം മാറും. നല്ല ചുക്ക് കാപ്പിയും അടയും ബഹുമാനപ്പെട്ട സൗഹൃദവേദി വായനശാലയുടെ പ്രസിഡന്റ് നമ്മുടെ എല്ലാം സ്വന്തം ശ്രീ ടി കുഞ്ഞുമോനെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് സാർ, ബഹുമാനപ്പെട്ട ശ്രീ മാത്യു ജോസഫ് സാർ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സ്വപ്ന ഷാബു ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എല്ലാ നല്ല മനസ്സുകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ചടങ്ങിൽ ആദ്യം ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഈ കായ്പുറത്തിന്റെ വാനം പാടി സംസ്ഥാന ദേശീയ തലങ്ങളിൽ ഒട്ടനവധി പാട്ടുകൾ പാടി
ജനഹൃദയങ്ങളിലേക്ക് വന്ന ഇന്ന് നമ്മുടെ എല്ലാം മനസ്സുകളിലേക്ക് ആ താരാട്ട് പാട്ട് പോലെ പാട്ടുകൾ പാടും നമ്മുടെ എല്ലാം ദേവിക സുരേഷ് സ്നേഹാദരവുകളുടെ വേദിയിലേക്ക് സ്വാഗതം. പ്രശംസ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സൗഹൃദ വേദിയുടെ 26ാം വാർഷിക വേദിയിലേക്ക് സ്വാഗതം. പ്രകൃതിയും ജീവജാലങ്ങളും എന്നും ഈ ഭൂമിക്ക് ഐശ്വര്യം നൽകട്ടെ എന്ന പ്രാർത്ഥനകളോടെ ഈ മഹനീയമായ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സൗഹൃദവേദി എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് സജീവ സാന്നിധ്യമായി മികച്ച സംഘാടക മികവോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ ആർ വിനോദ് സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ സൗഹൃദവേദി വായനശാലയുടെ 26ാമത് വാർഷികോത്സവത്തിന്റെ ഭാഗമായ സാംസ്കാരിക സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ആദരണീയനായ നമ്മുടെ എല്ലാമായ ബഹുമാന്യനായ നമ്മളുടെ പ്രസിഡന്റ് ടി കുഞ്ഞുമോൻ അവർ, നമ്മളുടെ കേരള കൃഷി വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ പ്രസാദ് സാർ അവർ, നമ്മുടെ മുഖ്യപ്രഭാഷണം ഏറ്റിട്ടുള്ള നേരത്തെ നമ്മൾ വെച്ചിട്ടുള്ളത് മുഖ്യപ്രഭാഷണം വെച്ചിരുന്നത് അലക്സാണ്ടർ ജേക്കബ് സാറിനെ ആയിരുന്നു. സാറിന് ഇന്ന് വരാൻ അസൗകര്യമായതുകൊണ്ട് ഇന്നലെ പങ്കെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ശ്രീ മാത്യു ജോസഫ് CEO ഫ്രഷ്ഫോ അവർ, നമ്മളുടെ ex-MLA എ ഷുക്കൂർ സാർ അവർ, ശ്രീ മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അവർ, ശ്രീജിത്ത് പരമേശ്വരൻ സാർ അവർ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ CD വിശ്വൻ, ശ്രീമതി ലൈല ഷാജി, വിനോമ രാജു, നമ്മളുടെ ട്രഷറർ S അനിൽകുമാർ, നമ്മളുടെ വേദിയിൽ നമ്മളുടെ ക്ഷണം ക്ഷണിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാരും, അതുപോലെ തന്നെ ഇവിടെ
പങ്കെടുത്തിട്ടുള്ള ഈ നമ്മളുടെ നാട്ടുകാരും സഹപ്രവർത്തകരും എല്ലാവർക്കും നമ്മളുടെ ഈ വാർഷികാഘോഷം വളരെ ഭംഗിയാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മളുടെ സ്വാശ്രയ സംഘങ്ങളുടെയും അതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തകരുടെയും ഒക്കെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾക്ക് ഓരോ വർഷവും നല്ല രീതിയിൽ നമ്മൾക്ക് വാർഷികാഘോഷം കൊണ്ടാടാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ ഇവിടെ 150-ൽ പരം മുഹമ്മ പഞ്ചായത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ +2 SSLC അങ്ങനെ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കിയവർക്ക് നമ്മളിവിടെ ആദരിക്കുകയും ഉണ്ടായി. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മളുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ടി കുഞ്ഞുമോൻ അവരെ ഞാൻ ആദരവോടെ വളരെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായി നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മളുടെ കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് സാർ അവരെ ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളുടെ CEO ഫ്രഷ് ടു ഹോമിന്റെ ഉടമ ശ്രീ മാത്യു ജോസഫ് സാർ അവരെ ഞാൻ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ മുൻ MLA ഷുക്കൂർ സാർ അവர்களാണ്. അദ്ദേഹത്തിന് ഞാൻ വളരെ സ്നേഹത്തോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി വായനശാലയുടെ പേരിൽ സ്വാഗതം ആശംസിക്കും. അടുത്തതായി മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സ്വപ്ന ഷാബു അവരെ ഞാൻ വളരെ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മളുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാണ്. വിശ്വചേട്ടനെ ഞാൻ വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ സ്വാഗതം ചെയ്തു. അടുത്തത് നമ്മുടെ ലൈല ഷാജി, നമ്മുടെ 3-ാം വാർഡ് മെമ്പർ ശ്രീമതി ലൈല ഷാജിയെ ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ 5-ാം വാർഡ് മെമ്പർ വിനോമ രാജു അവരെ ഞാൻ വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ മുഹമ്മ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ST റജി അവരെ ഞാൻ വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്തു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ മദിനിമായ ചടങ്ങിലേക്ക് സ്വാഗതം. അടുത്തത് ഉപക്രമമാണ്. ഈ കായിപ്പുറത്തിന്റെ മനസ്സുകളിലേക്ക് നമ്മൾക്കെല്ലാം അറിയാം, ഈ വേമ്പനാട് കായലിൽ പണിയെടുത്തൊരു തലമുറയുടെ മണ്ണാണ് ഇവിടെ. ഇവിടെ അവരുടെ മക്കൾ ചാരമംഗലം സംസ്കൃത സ്കൂളിലേക്ക് പഠിച്ച് ഒരു സാധാരണ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഒരു സാമൂഹിക സംഘടനയുടെ പ്രസക്തി ഈ ഗ്രാമം മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഗന്ധർവ ഗായകൻ യേശുദാസ് ഈ ഗ്രാമത്തിന്റെ ആഗ്രഹങ്ങൾക്കപ്പുറം ഗന്ധർവ ഗായകനെ മണ്ണിലേക്ക് കൊണ്ടുവന്ന സൗഹൃദവേദി എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ആദ്യ ദീപം തെളിച്ചത്. ആ ദീപത്തിന്റെ പ്രകാശകിരണങ്ങൾ ഇന്നും നമ്മുടെ കണ്ണുകളിലൂടെ കാണുന്ന ഈ പ്രകാശം പോലെ തന്നെ ഈ ഗ്രാമത്തിലെ സാധാരണ മനുഷ്യന്റെ നെഞ്ചിടിപ്പറിഞ്ഞ അവന്റെ ഹൃദയനൊമ്പരങ്ങൾ അറിഞ്ഞ ഏത് സമയവും ഈ കായ്പുറത്തിന്റെ കരുത്തായി കരുണയായി കണ്ണായി മാറുന്ന സൗഹൃദവേദി എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ആർജവത്തോടെ കൃത്യമായി പറയാം, ടി കുഞ്ഞുമോൻ എന്ന വ്യക്തിയുടെ പ്രവർത്തനം ഈ നാടിനും സൗഹൃദവേദിക്കും ഇന്നിവിടെ നടക്കുന്ന ഈ പ്രോഗ്രാമിന്റെയും ജീവനും സ്നേഹത്തോടെ ആദരവുകളോടെ ശ്രീ ടി കുഞ്ഞുമോനെ ഉപക്രമത്തിന് വേണ്ടി ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്.
ബഹുമാനായ പ്രിയപ്പെട്ട മന്ത്രി പ്രസാദ് അവർ, ട്രസ്റ്റ് ഹോമിൻ്റെ CEO മാത്യു ജോസഫ് സാർ, പ്രിയങ്കനായ ഷുക്കൂർജി, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥൻ, മെമ്പർമാരായ വിനോമ രാജു, ലൈല ഷാജി, എൻ്റെ സുഹൃത്ത് ശ്രീ ST റജി, മറ്റ് പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഇന്ന് ആദരിക്കപ്പെടുന്ന മഹത് വ്യക്തികൾ, വളരെ അഭിമാനത്തോടുകൂടി വളരെ സന്തോഷത്തോടുമാണ് ഞാൻ ഇന്ന് ഈ വേദി പങ്കിടുന്നത്. കായിപ്പുറം എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ 1997 ഇങ്ങനെ ഒരു സംഘടന ഉണ്ടായി. അതിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ കഴിഞ്ഞതിലും അതുപോലെ തന്നെ ഈ നാട്ടിലെ രാഷ്ട്രീയ മത ചിന്തകൾക്ക് അതീതമായി ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുവാനും ഈ ഒരു പ്രസ്ഥാനത്തെ ഈ നാട്ടിലെ ഒരു ഒഴിച്ചുകൂടാനാകാത്ത ഒരു സാംസ്കാരിക പ്രസ്ഥാനമായി നിർത്തുന്നതിലും എനിക്ക് തീർച്ചയായും അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. 2013 ആണ് ഏറ്റവും വലിയ വായനശാല സമയം ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടായത്. അന്ന് 2013 20 കുട്ടികളെ ചേർത്ത് ഒരു സ്വാശ്രയ ഗ്രൂപ്പ് കുട്ടികൾക്ക് വേണ്ടി ഒരു അയൽക്കൂട്ടം ഉണ്ടാക്കി. ആ അയൽക്കൂട്ടത്തിൻ്റെ വാർഷികത്തിന് അവർക്ക് കൊടുക്കുന്ന പഠനോപകരണത്തിൻ്റെ കൂടെ നാട്ടിലെ വളരെ ബുദ്ധിമുട്ടുള്ള 15 കുട്ടികൾ കൂടി കൊടുക്കണം എന്നൊരാശയം മനസ്സിൽ രൂപപ്പെട്ടതനുസരിച്ച് അന്ന് 15 പേരിൽ തുടങ്ങിയ പഠനോപകരണ വിതരണമാണ് ഇന്ന് 1000 പേർക്ക് ഇത്രയധികം രൂപ നൽകുന്ന മുളകുള്ള സാധനമായി വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും. എന്ന് മാത്രമല്ല, വായനശാലയുടെ കീഴിൽ ഇപ്പോൾ തന്നെ 7 സ്വാശ്രയ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 7 ഗ്രൂപ്പ് കൂടാതെ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ 150 കുട്ടികളടങ്ങുന്ന ഗ്രൂപ്പ് വേറെയുണ്ട്. തീർച്ചയായും ഇവരെയൊക്കെ കോർത്തിണക്കി കൊണ്ടുപോകാനും ഇതിനൊക്കെ ഒരു നേതൃത്വപരമായ പങ്കുവഹിക്കാനും കഴിയുമെന്നുള്ളത് എനിക്ക് വളരെ അഭിമാനമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ വായനശാലയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് എന്നോ സെക്രട്ടറി എന്നോ ഏതെങ്കിലും പോസ്റ്റ് വയ്ക്കുന്നവർക്ക് യാതൊരു പ്രാധാന്യമുള്ള ഒരു വായനശാലയില്ല. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു കാര്യങ്ങൾക്ക് ഞാൻ ബന്ധപ്പെട്ടിട്ട് പോലുമില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അടുക്കും ചിട്ടയായിട്ട് ചെയ്യാനുള്ള ഒരു വലിയൊരു ജനവിഭാഗത്തെ എല്ലാ ചിന്തകൾക്ക് അതീതമായി ഇതിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും മഹത്തായി ഞാൻ കാണുന്ന കാര്യം. അതിന് തീർച്ചയായും ഈ നാട്ടിലെ ഒരുപാട് സുമനസ്സുകളെ, ഇപ്പം ഞാനടക്കമുള്ള വായനശാല എല്ലാ പ്രവർത്തകരും സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് മുകളിലോട്ട് വന്ന ആൾക്കാരാണ്. ഒരു 1000 രൂപ പോലും സംഭാവന നൽകാൻ കഴിയുന്ന കുടുംബത്തിലുള്ളത് ഞങ്ങളുടെ വായനശാലയിൽ വളരെ ചുരുക്കം. എന്നിട്ട് കൂടി ഈ നാടിന് അഭിമാനകരമായ രീതിയിൽ ഇത്രയും വലിയ 12 ലക്ഷം രൂപയുടെ പഠനോപകരണമാണ് ഇന്ന് ഇവിടുത്തെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ വിതരണം ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ 10 കുട്ടികൾക്ക് 750 കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുമെന്നാണ് കായിപ്പുറം കോളേജിൽ ഫ്ലക്സ് ബോർഡ് ഇത്തവണ വെച്ചിരുന്നത്. പക്ഷെ പൈസ അതുപോലെ പല സുമനസ്സുകളായ ആൾക്കാരുടെ നല്ല രീതിയിലുള്ള സഹകരണം കണ്ടപ്പോൾ ഇത് 1000 ആക്കിയാലും കുഴപ്പമില്ല എന്ന് തോന്നി. അങ്ങനെയാണ് 1000 ആക്കിത്തന്നത്. അതുപോലെ തന്നെ 10 കുട്ടികൾ, കഴിഞ്ഞ പ്രാവശ്യം 25 പാവപ്പെട്ട കുട്ടികൾക്ക് സൈക്കിൾ കൊടുത്തു. ഇത്തവണ 10 കുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് കിടപ്പ് രോഗികളായ ആൾക്കാർക്ക് പരമാവധി കിടപ്പ് രോഗികളായിട്ടുള്ള മക്കൾക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചത്. അതിൽ നിന്നത്തെ വ്യത്യസ്തമായി കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. അത് ആ 10 കൊടുക്കുന്ന സ്ഥാനത്ത് ഇന്ന് 14 സൈക്കിൾ ഇന്ന് കൂടെ 4 കൊണ്ടുവന്ന് 14 സൈക്കിൾ. അപ്പോൾ ഈ ഞങ്ങൾ വായനശാലയെ സംബന്ധിച്ചിടത്തോളം വായനശാലയിൽ യാതൊരു ഞാനടക്കമുള്ള എല്ലാവർക്കും വളരെ വ്യക്തമായ രാഷ്ട്രീയവും മറ്റു ചിന്തകളൊക്കെ ഉള്ളവരാണ്. പക്ഷെ അതിൻ്റെ കീഴിൽ വരുമ്പോൾ തീർച്ചയായും നമുക്ക് ആൾക്കാർക്ക് ഒരു പൂർണ്ണമായ സംതൃപ്തിയുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായ വായനശാലയുടെ പ്രവർത്തനത്തിന് അഭിമാനകരമായ നേതൃത്വം കൊടുക്കാൻ വായനശാല പ്രവർത്തനം കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സാധാരണ കൂലിപ്പണി ചെയ്യുന്ന വീടുകളിൽ നിന്ന് പോലും 10,000 രൂപ കൊണ്ടുപോകുന്ന തലമുറകൾ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ലക്ഷങ്ങൾ തരുന്ന ആൾക്കാർ, എല്ലാ വർഷവും ലക്ഷങ്ങൾ തരുന്ന ആൾക്കാരുണ്ട് വായനശാല. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ 2013-15 കാലഘട്ടങ്ങളിലൊക്കെ വാർഷികം നടത്തുമ്പോൾ കൃത്യമായി ആരൊക്കെ പിരിവ് തന്നു, എന്തൊക്കെ ഇതിന് ചെലവ് നടത്തിയെന്നുള്ള വിവരം കൃത്യമായി നമുക്ക് തരുന്നവർക്കൊരു റിപ്പോർട്ട് അടിച്ച് ഞങ്ങൾ കൈപ്പാറുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷെ അത് പിന്നീട് തരുന്നവർ തന്നെ പറഞ്ഞത് അങ്ങനെ ബുദ്ധിമുട്ടാണ്, മുന്നേ അങ്ങനെ ചെയ്യരുത്, ഞങ്ങൾ രഹസ്യം അങ്ങനെ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യം ഒഴിവാക്കുന്നത്. ഇപ്പോഴും വളരെ കൃത്യമായി ഇവിടെ ഇരിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും അത് ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ, ബുക്കാണെങ്കിലും ശിവകാശി പ്രിന്റ് ചെയ്ത ബുക്ക്, അതുപോലെ തന്നെ ബാഗാണെങ്കിലും കിറ്റക്സിന്റെ കമ്പനിയിൽ നിന്ന്, കൊടയാണെങ്കിൽ കമ്പനിയിൽ നിന്ന്, അങ്ങനെ എല്ലാ സാധനങ്ങളും
പരമാവധി നേരിട്ട് തന്നെ പോയി കളക്ട് ചെയ്ത് അത് പൂർണ്ണമായി, അതുകൊണ്ട് തന്നെ ലക്ഷങ്ങളുടെ ഒരു ലാഭം വായനശാലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പൂർണ്ണമായും ജനങ്ങൾക്ക് നൽകണം എന്നുള്ള ആഗ്രഹമാണുള്ളത്. അതുപോലെ തന്നെ ഇനിയുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ തീർച്ചയായും ഞങ്ങളുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ട് ഈ നാടിന് ഒരു മാതൃകയായി ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരും. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് തീർച്ചയായും മുന്നേറേണ്ടതുണ്ട്. നമുക്കറിയാം പല ആൾക്കാരും ഇപ്പൊ സാധാരണ ഇതിൽ ഇപ്പൊ ഒരു വലിയ ഒരു സംവിധാനമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അയൽവക്കത്തുകാരോട് പോലും മിണ്ടുക, സാധാരണക്കാരോട് മിണ്ടുക എന്നുള്ള കുറ്റകരമായി കാണുന്ന സമൂഹത്തിൽ ഒരുപാട് പേര് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ചെറുപ്പക്കാർ അവരവരുടെ ജോലിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കൂടി ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകും. നിങ്ങളുടെ എല്ലാവരുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ നാട്ടുകാരനുണ്ട്. ഇനിയും കൂടുതലുണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട നാട്ടുകാരെയും എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കുഞ്ഞുമോന് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം അല്ലേ? ഒന്നറിഞ്ഞ് കുഞ്ഞുമോന്റെ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയും കാൽപ്പുറം ശക്തിപകരിക്കും. അടുത്തതായി നമ്മുടെ സൗഹൃദവേദിയുടെ 26ാമത് വാർഷികാഘോഷം ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം സ്വന്തം, ഞാൻ കൂടുതൽ സമയം പറയുമെന്നുള്ളത് കൊണ്ട് തന്നെ സാറിന്റെ സ്നേഹാദരവുകളുടെ കായ്പുറത്തിന്റെ മനസ്സുകളിലേക്ക്, കായ്പുറത്തിന്റെ ഹൃദയങ്ങളിലേക്ക് ആ നന്മയുടെ നല്ല വാക്കുകൾ സ്നേഹത്തോടെ സ്വാഗതം. ഈ സമ്മേളനത്തിന്റെ സാംസ്കാരിക സമ്മേളനത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ ടി കുഞ്ഞുമോൻ, സംഘടനയുടെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ ആർ വിനോദ്, ഇവിടെ ഇന്ന് പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു പ്രിയ സുഹൃത്ത് ആദരണീയനായ ശ്രീ മാത്യു ജോസഫ്, ചികിത്സാ ധനസഹായത്തിന്റെ വിതരണം നിർവഹിക്കുന്ന ഏറെ ബഹുമാന്യനായ ശ്രീ എ ഷുക്കൂർ, സൈക്കിൾ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആദരണീയയായ ശ്രീമതി സ്വപ്ന ഷാബു, ജനപ്രതിനിധികളായ ശ്രീമതി ലൈല ഷാജി, ശ്രീമതി വിനോമ രാജു, ശ്രീ എസ് കെ റജി, സൗഹൃദ വേദിയിലെ ഖജാൻജി സി എസ് അജയകുമാർ, ഈ വേദിയിലും സദസ്സിലുമെല്ലാമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സൗഹൃദ വേദിയുടെ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും വലിയ സന്തോഷം തോന്നാറുണ്ട്. നിറഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇപ്പോഴും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാനിവിടെ എത്തിച്ചേർന്ന നാൾ മുതൽ സൗഹൃദ വേദിയിലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. ഓരോ പരിപാടിയും വർഷങ്ങളിലെ പരിപാടിയേക്കാൾ ഏറെ മികച്ചതും വലിയ ജനപങ്കാളിത്തവും ഉള്ളതാണ് എന്ന് എൻ്റെ അനുഭവം തന്നെയാണ്. ഇങ്ങോട്ടേക്ക് കൈപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ വഴി തന്നെ യാത്ര ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തിയത്. സൗഹൃദ വേദിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞവരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. പരിപാടിയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി എത്തുമ്പോൾ ഞാൻ ശ്രീ കുഞ്ഞുമോനോട് ഇതിനെക്കുറിച്ചെല്ലാം ചോദിച്ചു. പേരിൽ കുഞ്ഞുമോനാണെങ്കിലും ഹൃദയവിശാലതയിൽ ഒരു വലിയ മനുഷ്യനാണ് കുഞ്ഞുമോൻ. മാത്രമല്ല എല്ലാ പേരും എന്നുള്ളത് നമ്മുടെയൊക്കെ അനുഭവമാണ്. അതിന് പേരിനിയും ഗസറ്റിൽ പരസ്യം കൊടുത്ത് മാറ്റിച്ചാലോ എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിച്ചാണ്. കുഞ്ഞുമോനല്ല, അതൊരു ഇമ്മിണി വലിയ മോൻ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തത്വവുമില്ല. അത് ഒരാളുടെ കാര്യത്തിൽ മാത്രം പറയുന്നതല്ല, എല്ലാവരുടെയും കാര്യത്തിലാണ്. ഇതിന്റെ സംഘാടനത്തിൽ അവർ പുലർത്തുന്നൊരു ഐക്യമുണ്ട്. ആ ഐക്യം നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. ശരിക്കും ഈ പേരിട്ടത് എങ്ങനെയെന്നൊക്കെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് എനിക്കുണ്ട്. സൗഹൃദവേദി എന്ന പേര് തന്നെ എത്രയോ അന്വർത്ഥമാണെന്ന് ആലോചിച്ച് നോക്കുന്നു. നമുക്കിന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് സൗഹൃദമാണ്. സൗഹൃദം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്നേഹം ഉണ്ടാവണം. സ്നേഹമില്ലാതെ ഒരു സൗഹൃദമൊന്നും ഉണ്ടാവുകയില്ല. സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാളിനോടൊരു പുതിയ സൗഹൃദം ഉണ്ടാക്കുന്നു. ഫസ്റ്റ് ഹോമിന്റെ എല്ലാമായ ശ്രീ മാത്യു ജോസഫ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തോടൊരു സൗഹൃദം ഉണ്ടാക്കുന്നു നോക്കുമ്പോൾ ഞാൻ നോക്കുന്നത് അതിനകത്ത് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ പറ്റുമോ എന്നുള്ളൊരു നോട്ടം അതിനകത്തുണ്ട് എങ്കിൽ ആ സൗഹൃദത്തിന് പിന്നെ സൗഹൃദം എന്ന തരത്തിലൊരു അർത്ഥമുണ്ടാവുകയേ ഇല്ല. സൗഹൃദം ഒരവസരത്തിന്റെ ഇടമല്ല. സൗഹൃദം സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ്.
നമുക്കതുകൊണ്ടുണ്ടാവുന്ന നേട്ടത്തിന്റെയും കോട്ടത്തിന്റെയും കാര്യങ്ങൾ നോക്കുകയല്ല വേണ്ടത് അവിടെ. പക്ഷെ ഇപ്പോൾ നമുക്കെല്ലാം ഏറ്റവും കൂടുതലായി നമ്മൾ നോക്കുന്ന അത്തരം ഒരു കാര്യമാണ്. പണ്ടൊക്കെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പറയുന്ന ഒരു കാര്യം ഇതൊക്കെ മോശമാണ്, അതുകൊണ്ടൊരു ദോഷമുണ്ടാവും എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് ഞാനൊക്കെ എൻ്റെ ഒരു ചെറുപ്രായത്തിൽ എനിക്കിന്ന് മിക്കവാറും എല്ലാവരും തന്നെ, ഞാനല്ല എല്ലാവരും തന്നെ നമ്മൾ അനുഭവിച്ചു വന്നിട്ടുള്ളൊരു കാര്യം അതായിരിക്കും. അതെല്ലാം പക്ഷെ അതെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് നമ്മളോട് നിർബന്ധം പറയും. അത് ചെയ്താൽ ബുദ്ധിമുട്ടാകും, പ്രശ്നമാകും എന്നൊക്കെ പറയും. ഒരു മണി അരി പോലും ചോറ് പോലും താഴെ വീഴാൻ പണ്ട് വീട്ടിലുള്ള അമ്മമാർ സമ്മതിക്കുമായിരുന്നില്ല. അങ്ങനെ ചോറ് താഴെ വീണാൽ എടുത്ത് അത് ഗ്ലാസ്സിലെ വെള്ളത്തിൽ മുക്കി അത് കഴിപ്പിക്കുമായിരുന്നു. ഞാനങ്ങനെ കഴിച്ചിട്ടുണ്ട്. അവിടെ ഒരു മണി ചോറ് താഴെ വീണാൽ അത് ചവിട്ടാൻ പാടില്ല എന്നാണ്. അങ്ങനെ ചവിട്ടിയാൽ പിന്നെ മഹാലക്ഷ്മി ഇവിടെ നിന്നെല്ലാം പോകും, പിന്നെ ആകെ പട്ടിണിയാവും. പട്ടിണി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഒരു അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ആഴം മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലൊന്ന് കയറുക. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മളെ പഠിപ്പിച്ചതല്ല. നമുക്ക് അങ്ങനെയുണ്ട്. ചില കാര്യങ്ങൾ നന്മയുണ്ടാകും എന്ന് പറയും, ചില കാര്യങ്ങൾ നല്ല പുണ്യപ്രവൃത്തിയാണ് എന്ന് പറയും, ചില കാര്യങ്ങൾ പാപം ഉണ്ടാകും അത് ചെയ്താൽ എന്ന്, ദോഷമുണ്ടാവും അങ്ങനെ ചെയ്താൽ എന്ന് പറയും. രണ്ട് വാക്കുകളാണ് ഞാൻ എൻ്റെ ബാല്യ കൗമാര യൗവനത്തിന്റെ കാലഘട്ടത്തിലൊക്കെ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ. എന്റെ വീട്ടിലുള്ളവരും തൊട്ടടുത്തുള്ളവരും എല്ലാം പറയുമായിരുന്ന കാര്യങ്ങളെ രണ്ടായിട്ട് ഒന്ന് മാറ്റി നിർത്തിയാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പുണ്യകാര്യങ്ങളും മറ്റൊന്ന് പാപമുള്ള കാര്യങ്ങളും. പുണ്യവും പാപവും എന്ന രണ്ട് വാക്കുകൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാട്ടിൽ സജീവമായി അതിങ്ങനെ പറയുമായിരുന്നു, അതിൽ ബന്ധിപ്പിച്ച് നിർത്തുമായിരുന്നു. ഏത് പ്രവൃത്തി ചെയ്യുന്ന അവസരത്തിലും അതൊരു പുണ്യം കിട്ടുന്ന കാര്യമാണെന്നും, അത് പാപം ഉണ്ടാവും അങ്ങനെ ചെയ്താൽ, അവനെ അങ്ങനെ ദ്രോഹിക്കരുത്, പാപമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പുണ്യം പാപം എന്ന തരത്തിലാണ് രണ്ട് തരത്തിൽ അതിനെ മാറ്റി നിർത്തുമായിരുന്നു കാര്യങ്ങളെല്ലാം. ഇന്ന് ഒരുപാട് നാളുകൾ നമ്മളതെല്ലാം, ഞാൻ എൻ്റെ ഒരു ബാല്യകൗമാരത്തിന്റെ അല്ലെങ്കിൽ യൗവനത്തിന്റെയും കാലം കഴിഞ്ഞിട്ട് കുറേയേറെ ഒരു 1/4 നൂറ്റാണ്ടിനിപ്പുറത്തേക്ക് മാറി നിന്ന് നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഇന്ന് കേൾക്കുന്ന രണ്ട് വാക്കുകൾ, ഈ രണ്ട് വാക്കുകളെ മാറ്റിയിട്ട് ഇപ്പോൾ കേൾക്കുന്ന രണ്ട് വാക്കുകൾ ലാഭവും നഷ്ടവും എന്നുള്ള രണ്ട് വാക്കുകളാണ്. പുണ്യവും പാപവും മാറുകയും ആ ഇടത്തേക്ക് രണ്ട് പുതിയ വാക്കുകൾ വന്ന് കയറുകയും ചെയ്തു. അത് ലാഭവും നഷ്ടവും എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ഇറങ്ങിയാൽ എന്തുണ്ട് ലാഭം എന്നുള്ളതും, അതിന് പോകേണ്ട ആവശ്യമില്ല, നഷ്ടക്കച്ചവടമാണ് എന്ന് പറയുന്ന മറ്റൊരു രീതിയും, കാണുന്ന പ്രവർത്തികളെല്ലാം ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും തോത് വെച്ച് അളക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് ലാഭനഷ്ടത്തിന്റെ തോത് വെച്ചളക്കാത്ത ഒരു സൗഹൃദത്തിനും ഒരു വലിയ ഒരു ജനതയെ കൂട്ടി നിർത്താൻ കഴിയും എന്ന് കായിപ്പുറത്തെ സൗഹൃദവേദി ഈ മഴക്കാലത്ത് നമ്മളോട് കാണിച്ചു തരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. വേദിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന ചികിത്സാ ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാനീയനായ അധ്യക്ഷൻ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീ കുഞ്ഞുമോൻ, ഇവിടെ ഈ നാടിന്റെ ഉത്സവം ഞാൻ അങ്ങനെ പറയൂ. കാരണം അങ്ങനെയാണ് കഴിഞ്ഞ 26 വർഷക്കാലമായി ഈ വായനശാലയുടെ സൗഹൃദവേദിയുടെ ഓരോ പരിപാടിയും ഈ നാട്ടിൽ നടക്കും. പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഈ വേദിയിൽ വരാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. എൻ്റെ പേര് മാത്യു ജോസഫ് എന്നാണ്. ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ചേർത്തലയിലെ പള്ളിപ്പുറം എന്ന ഗ്രാമത്തിലാണ് എൻ്റെ നാട്. ഫ്രഷ് ടു ഹോം എന്ന് ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണും. കേൾക്കാത്തവർക്കായി ഞാൻ ആദ്യം ഒത്തിരി മുഴുപ്പ് പറയാം. കാരണം ഇയാൾ ഈ വേദിയിൽ നിൽക്കാൻ എന്താണ് ഇദ്ദേഹത്തിന് യോഗ്യത എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, ഫ്രഷ് ടു ഹോം എന്ന ഇന്ത്യയിലെയും UAE-യിലെയും ഏറ്റവും വലിയ ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റാണ്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ 10 ഫാക്ടറികളും ദുബായിൽ ഒരു ഫാക്ടറിയുണ്ട്. ഇന്തോനേഷ്യ, ശ്രീലങ്ക, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഞങ്ങളുടെ പ്രൊക്യൂർമെന്റ് സെന്ററുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക്, അമേരിക്കൻ ഗവൺമെന്റ് DFC
ദുബായ് ഗവൺമെന്റ്, അബുദാബി ഗവൺമെന്റ് ഈ അവസാനമായി ലോകത്തെ ഏറ്റവും വലിയ കമ്പനി ആമസോൺ അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളെല്ലാം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഫ്രഷ് ഹോം. 1000 കുട്ടികൾക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ അടങ്ങിയിരിക്കുന്ന പഠനോപകരണങ്ങൾ നൽകും. പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ടി റജി, നയന ഷാക്കി, ജുമാന രാജു, പ്രിയങ്കയായ പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയമുള്ളവരെ, ഒരു നാടിന്റെ ആകെ സാംസ്കാരികോത്സവമായി ഈ പരിപാടി കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നമ്മുടെ ഈ പ്രദേശത്ത് നടന്നു വരികയാണ്. അത് ചിരട്ടയിൽ തടിയിലേക്ക് ഉണ്ടാക്കി നമ്മുടെ അനിരുദ്ധ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ മഹത്തായ വേദിയിൽ സാറിന്റെയും എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ താൻ കൈകൾ കൊണ്ടുണ്ടാക്കിയ ഈ മനോഹരമായ ശില്പം ഇവിടെ സമർപ്പിക്കുകയായിരുന്നു. സ്നേഹത്തോടെ, ബഹുമാനത്തോടെ അനിരുദ്ധ സൗഹൃദവേദി നാടും സ്നേഹത്തോടെ ചേർത്ത് ആദരിക്കുക. സ്നേഹത്തോടെ ഒരു ഉന്നതമായ സ്ഥാനത്തിലേക്ക് വന്ന ആദരണീയ സ്നേഹത്തോടെ സൗഹൃദവേദിയുടെ ആദരണം. KSRTCയുടെ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ഈ അടുത്ത കാലത്ത് പ്രൊമോഷൻ കിട്ടി. സൗഹൃദവേദി വായനശാല ആ സ്നേഹത്തിൽ അനിൽകുമാറിന്റെ കുടുംബത്തിനോടൊപ്പം സൗഹൃദവേദിയിൽ ചേരുകയാണ്. ബഹുമാനത്തോടെ ആദരവിലൂടെ ആഗ്രഹം. ഇന്ന് പത്രപ്രവർത്തന രംഗത്ത് എന്നും ശ്രദ്ധേയമാകുന്ന മുഖമിയുടെ സൗന്ദര്യങ്ങൾ ലോകത്തെ കാഴ്ചവെക്കുന്ന ജനരാജെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം. അടുത്തതായി ഒരു പ്രിയപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തിയെ ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ ക്ഷണിക്കുന്നതായിരിക്കും നല്ലത്. ആ വ്യക്തിയെ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണെങ്കിൽ നല്ലൊരു കൈയ്യടി കൊടുക്കണം കേട്ടോ. അത് CP ശാലിയാണ് അപ്പോൾ ആരംഭിക്കുന്നത്. ബാബു പാന്തേഴം എന്ന പ്രിയപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന്റെ മകൾക്കാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് കുറിച്ച് അപകടാവസ്ഥയിലാണ്. ഞങ്ങൾ എന്നും നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് ഈ സഹായം നൽകുകയാണ്. അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്ന സൗഹൃദ വായനശാലയുടെ 26ാമത് വാർഷിക പരിപാടികളുടെ അവസാന ദിവസമാണിന്ന്. ഇത്തവണ നമ്മൾ വളരെ വിപുലമായ രീതിയിലാണ് പരിപാടികൾ ഏറ്റെടുത്തത്. ചിത്രരചന മത്സരം, ശ്രീ രാജേഷ് സാറിന്റെ നേതൃത്വത്തിലുള്ള ക്വിസ് മത്സരം, കരോക്കെ ഗാനമേള, സംസ്ഥാനതല ക്വിസ് മത്സരം, ചെങ്ങാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ മുതലായ വിവിധ പരിപാടികളുടെയാണ് നമ്മൾ ഈ സൗഹൃദ വായനശാല 26ാമത് വാർഷിക ആഘോഷ പരിപാടികൾ വളരെ ഭംഗിയായി നടത്തപ്പെട്ടത്. ഇന്നത്തെ ഈ വേദി അധ്യക്ഷ പ്രസംഗം അലങ്കരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ ടി കുഞ്ഞുമോൻ അവർക്ക് വായനശാലയുടെ പേരിലുള്ള കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു.